നമസ്കാരം, ഞാൻ സായി കൃഷ്ണൻ. അക്ഷരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് പൂക്കളത്തിനെക്കുറിച്ചും പൂക്കളത്തിൻ്റെ ഐതിഹ്യത്തിനെക്കുറിച്ചിട്ടുമാണ്. വിഷയത്തിലേക്ക് കടക്കാം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഓണം ആഘോഷിക്കുന്നത്. മഹാബലി രാജാവ് തിരുവോണ ദിവസം തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ എത്തിച്ചേരുന്നുവെന്നാണ് ഐതിഹ്യം. തിരുവോണ ദിവസം മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ വീടിൻ്റെ മുറ്റത്ത് പൂക്കളം ഒരുക്കുന്നു. പൂക്കളം ഒരുക്കുന്നത് ഐശ്വര്യമായി കരുതപ്പെടുന്നു. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. നാടൻ പൂക്കളും ഇലകളുമാണ് പൂക്കളം ഒരുക്കാൻ ഉപയോഗിക്കുന്നത്. തുമ്പപ്പൂവ്, കാക്കപ്പൂവ്, വിവിധതരം ചെമ്പരത്തികൾ, തെച്ചിപ്പൂവ്, തുളസി, നിത്യകല്യാണി, കൊങ്ങിണിപ്പൂവ് തുടങ്ങിയ പൂക്കളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവിടാനും പാടില്ല. രണ്ടാം ദിവസം രണ്ടിനം പൂവുകൾ, മൂന്നാം ദിവസം മൂന്നിനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. ഉത്രാടം നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. തിരുവോണ ദിവസത്തെ പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു. ചതയം കഴിഞ്ഞ് ഏതെങ്കിലും നല്ല ദിവസം നോക്കി പ്രതിഷ്ഠ ഇളക്കുന്നു. പൂക്കളവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരിക്കൽ തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ ജനങ്ങൾക്ക് സാധിക്കാതെ വന്നു. തുടർന്ന് അവരവരുടെ മുറ്റത്ത് പൂക്കളം ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചുവെന്നാണ് ഐതിഹ്യം. ഇനി പൂക്കളത്തിൻ്റെ തത്വം വിശദീകരിക്കാം. പൂക്കളത്തിൻ്റെ 10 വളയങ്ങൾ 10 ദേവതകളെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ വളയം ഗണപതിയെയും, രണ്ടാമത്തെ വളയം ശിവനെയും ശക്തിയെയും, മൂന്നാമത്തെ വളയം ശിവനെയും, നാലാമത്തെ വളയം ബ്രഹ്മാവിനെയും, അഞ്ചാമത്തെ വളയം പഞ്ചഭൂതങ്ങളെയും, ആറാമത്തെ വളയം മുരുകനെയും, ഏഴാമത്തെ വളയം ഗുരുവിനെയും, എട്ടാമത്തെ വളയം അഷ്ടദിക്പാലകരെയും, ഒൻപതാമത്തെ വളയം ഇന്ദ്രനെയും, 10ാമത്തെ വളയം മഹാവിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു. ഇത്രയുമാണ് പൂക്കളത്തിനെക്കുറിച്ചും പൂക്കളത്തിൻ്റെ ഐതിഹ്യത്തിനെക്കുറിച്ചും എനിക്ക് പറയുവാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.